മിനിസ്റ്ററിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഇവിടുത്തെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ടൂറിസം എന്നാണ്. ഈ നമ്മളുടെ MBIFLൻ്റെ മൊത്തത്തിലുള്ള തീം കറൻസ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറയുകയാണെങ്കിൽ അന്വർത്ഥമാക്കുന്ന പോലെയാണ് കേരളത്തിൻ്റെ ഒരു വിനോദസഞ്ചാര മേഖല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ മാറി മറിഞ്ഞു വന്നത്. കോവിഡ് സമയത്ത് അതൊരു പൂർണ്ണമായി നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ വരികയും പ്രീ കോവിഡിനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ട് കേരളം തിരിച്ചെത്തിയിരിക്കുകയാണ്. എക്സ്പീരിയൻസ് ടൂറിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിൽ എന്തൊക്കെയാണ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിൽ കോവിഡ് രൂക്ഷമായിരുന്നു. ടൂറിസം ലോകത്താകെ നിലച്ചു നിൽക്കുന്ന സമയമാണ്. പക്ഷേ സർക്കാർ എല്ലാവരുമായി ആലോചിച്ച് ഓരോ വ്യക്തി ഇതിൽ മികവുറ്റ സംഭാവന നൽകാൻ സാധിക്കുന്നവരുമായി ഉൾപ്പെടെ ചർച്ച ചെയ്ത് അവർ പറയുന്നൊക്കെ കേട്ട്, എല്ലാവരും പറയുന്നത് കേട്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുകയായിരുന്നു. ഇപ്പോൾ പോസ്റ്റ് കോവിഡിന് ശേഷം പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളും ടൂറിസ്റ്റുകൾ വരുന്നതിൽ പഴയൊരു നമ്പറിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും കേരളം വലിയ നിലയിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണം സർവകാല റെക്കോർഡിലെത്തി. ഫോറിൻ ടൂറിസ്റ്റുകൾ സ്വാഭാവികമായും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചാൽ വർദ്ധിക്കും എന്ന് നമുക്കറിയാം. ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണവും പല നിലയിൽ വർദ്ധിച്ചു. ഇപ്പോൾ മൂന്നാർ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മൂന്നാറിലെ ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണം നമ്മൾ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ പ്രീ കോവിഡിന് മുമ്പുള്ള നമ്പറിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അത് എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. അതിൽ എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഉത്തരവാദിത്ത ടൂറിസമാണ്. ഉത്തരവാദിത്ത ടൂറിസത്തിന് ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭ്യമായ കാലങ്ങളായിരുന്നു ഈ കഴിഞ്ഞ 2-3 വർഷം. വലിയ നിലയിലേക്ക് നമുക്ക് ടൂറിസത്തെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റി. ഇനിയും ഒരുപാട് നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിൽ വലിയ പങ്ക് ജനങ്ങൾ, പ്രത്യേകിച്ച് പുതിയ തലമുറ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്ന ടൂറിസം ക്ലബ്ബും അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മൊത്തത്തിൽ ജനങ്ങളിൽ കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി മാറ്റാനാകുമെന്നുള്ള ഒരു ചിന്ത ഉയർന്നു വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സംശയമില്ല, കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റാക്കി നമുക്ക് മാറ്റാനാകും. യുവജനങ്ങളുടെ ഒരു ശക്തമായ പങ്കാളിത്തം എന്നും ടൂറിസത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. പ്രത്യേകിച്ച് എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്ന് പറയുമ്പോൾ ഒരു നാടിലെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് പുറത്ത് വിദ്യാഭ്യാസത്തിനായും അതുപോലെ തന്നെ ജോലിയും തേടി യുവാക്കൾ നീങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ പറയുന്നത് പോലെ ഏത് രീതിയിലാണ് കേരള ടൂറിസത്തിനെ ബാധിക്കാൻ സാധ്യത, അതുപോലെ നമുക്ക് എന്താണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതും. പല കാരണങ്ങളാൽ കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ തെക്കൻ കേരളത്തിലെ പല വീടുകളിലും പ്രായമായ മാതാപിതാക്കന്മാർ മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കിയാൽ അറിയാം. പലയിടത്തും അതാണ് സ്ഥിതി. പലയിടത്തും പല പരിപാടികളുടെ ഭാഗമായി പോകുമ്പോൾ, വീടുകളിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സർക്കാർ തന്നെ അത് പരിഹരിക്കാൻ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആകെ അഴിച്ചുപണി നടത്തി കേരളത്തിലുള്ള കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കാനും എല്ലാ നിലയിലുമുള്ള വൈദഗ്ധ്യമുള്ള കോഴ്സുകളും ഇവിടെ തന്നെ തൊഴിൽ ലഭ്യമാക്കുവാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. അവർക്ക് അവരുടെ സമപ്രായക്കാരായ ലോകത്തെവിടെയുമുള്ള വിദ്യാർത്ഥികളുമായി കിടപിടിക്കുന്ന നിലയിലേക്കുള്ള കോഴ്സുകളും സ്ഥാപനങ്ങളും കേരളത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നവരുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കൊണ്ടുവരാൻ ഇനിയും സാധിച്ചാൽ അതിൻ്റെ ഏറ്റവും ഗുണഭോക്താവായി മാറാൻ വേണ്ടി പോകുന്നത് ടൂറിസം സെക്ടറായിരിക്കും. അതിൻ്റെ ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോയ ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ ടൂറിസം ക്ലബ്ബുകൾ സൃഷ്ടിച്ച്
കേരളത്തിൻ്റെ ടൂറിസത്തെ ബ്രാൻഡ് ചെയ്യാനും പ്രചരിപ്പിക്കാനും സാധ്യമാകുന്ന നിലയിലേക്ക് ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളിൽ നടന്നു, വിജയകരമാണ്. ചില രാജ്യങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ മലയാളിയുടെ പ്രത്യേകത ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുണ്ട്. അതാതിടങ്ങളിലെ മലയാളികളെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാക്കി അതാത് രാജ്യങ്ങളിൽ പ്രചാരകരാക്കി മാറ്റി തീർക്കാൻ സാധിച്ചാൽ നമുക്ക് വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ GDP തന്നെ ഒരു 10% മേൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഫോറിൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കോവിഡിന് ശേഷം കണ്ടുവന്ന പല പല ട്രാവൽ പ്രവണതകളിൽ ഒന്നാണ് സ്ത്രീകൾ അധികമായി യാത്ര ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് സോളോ ഫീമെയിൽ ട്രാവലേഴ്സ് ഇപ്പോൾ ഒരു വലിയൊരു സെഗ്മെൻ്റാണ്. അതുപോലെ തന്നെ ലേഡീസ് മാത്രമുള്ള ലേഡീസ് ഒൺലി ഗ്രൂപ്പുകൾ കേരളത്തിൽ നിന്നുള്ളവരുമുണ്ട്, പക്ഷേ വിദേശത്ത് നിന്നും സോളോ ഫീമെയിൽ ട്രാവലേഴ്സും വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിനെ എന്ത് രീതിയിലാണ് നമുക്ക് അവരെ ഒന്ന് വെൽക്കം ചെയ്യാൻ കഴിയുക, എന്തെല്ലാമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിച്ചിരിക്കുന്നത്? ഒന്നിക്കഴിഞ്ഞ നവംബർ മാസം അന്താരാഷ്ട്ര വിമൻ കോൺഫറൻസ് അത് മൂന്നാറിൽ വെച്ച് സംഘടിപ്പിച്ചു. വിജയകരമായിരുന്നു. അതിന് മുന്നോടിയായി ഞങ്ങളൊരു ജെൻഡർ ഓഡിറ്റ് പൊതുവെ സംഘടിപ്പിച്ചു. ഒരു ജെൻഡർ ഓഡിറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിൽ നടക്കുന്നത് ഒരു പുതുമ നിറഞ്ഞതാണ് നമ്മുടെ രാജ്യത്ത്. അതിൽ പൊതുവെ ടൂറിസം മേഖലയിലെ ഇൻഡസ്ട്രിയിലെ സംരംഭകരിൽ വലിയൊരു ശതമാനം സ്ത്രീകളാണ്. ടൂറിസം സെക്ടർ എടുത്ത് പരിശോധിച്ചാൽ ടൂറിസം ഇൻഡസ്ട്രിയിൽ വിവിധ മേഖലകളിൽ സ്ത്രീകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സോളോ യാത്ര, കൂട്ടമായി സ്ത്രീകളുടെ യാത്ര, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ യാത്രകൾ സംഘടിപ്പിക്കാൻ വേണ്ടി മാത്രം വിമൻ എൻ്റർപ്രണേഴ്സ് തയ്യാറായി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ടാക്സി ഓടിക്കാൻ വിമൻ ടാക്സി ഡ്രൈവേഴ്സ് വരുന്നു. ഹോം സ്റ്റേ നടത്തുന്ന വിമൻ എൻ്റർപ്രണേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ മേഖലയിലുള്ളവരെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് വനിതാ സംരംഭകരെ ടൂറിസം മേഖലയിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കും. ടൂറിസം കേന്ദ്രങ്ങളിലും നമ്മളെടുത്ത് പരിശോധിച്ചാൽ വരുന്ന സഞ്ചാരികളിൽ വലിയൊരു ശതമാനം സ്ത്രീകളാണ്. അപ്പോൾ അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാടാണ് പൊതുവെ സർക്കാർ സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര വിമൻ കോൺഫറൻസ് വലിയ പ്രചോദനമായിരുന്നു. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ വലിയൊരു ശതമാനവും സ്ത്രീകളാണ്. അതിൻ്റെ സംരംഭകരും അതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരും. സ്വയം ഇപ്പോൾ സിഗ്നേച്ചേഴ്സ് ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രൊഡക്ഷൻ നടത്തുന്നവരും അത് വിൽക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നവരും ഒക്കെ വലിയൊരു ശതമാനം സ്ത്രീകളാണ്. അപ്പോൾ അതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ കൂട്ടമായുള്ള യാത്രകളെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാ നടപടികളും സർക്കാർ കൈക്കൊള്ളും. കേരളത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ സുരക്ഷിതത്വമുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും പൊതുവായി കേരളത്തിൽ ഏത് സമയത്തും സ്ത്രീകൾക്ക് സഞ്ചരിക്കാനും അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും പറ്റും. പല ബീച്ചുകളും നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാം. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ പ്രത്യേകത 24/7 ആണ്. സ്ത്രീകൾ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ബീച്ചിൽ അവിടെ ഇരുന്ന് സ്ത്രീകൾ മാത്രം ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നടക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു നാടിൻ്റെ ക്രമസമാധാനം എത്ര ഭദ്രമാണ്, നാടിൻ്റെ സുരക്ഷിതത്വം എത്രത്തോളം ഉയർന്ന നിലവാരത്തിലാണ് എന്നൊക്കെ കൂടി നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. അത് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും നമുക്ക് അത് എടുത്തു കാണിക്കാൻ പറ്റുന്നതാണ്. അതിനെല്ലാ പദ്ധതികളും പ്രോത്സാഹനം നൽകി നടപ്പിലാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർ, ഇതിൽ തന്നെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് പലപ്പോഴും രാജ്യങ്ങൾ ട്രാവൽ അഡ്വൈസറി ഇഷ്യൂ ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യം യാത്ര ചെയ്യാൻ സേഫ് അല്ല എന്നുള്ള രീതിയിലാണ്. ആ രാജ്യത്തെ ഇന്ന ഏരിയയിലാണ് പ്രശ്നമുള്ള അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ ഇന്ത്യ ഇസ് നോട്ട് സേഫ് ടു ട്രാവൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമ്പോൾ. അപ്പോൾ ഇത്രയും വലിയൊരു രാജ്യമാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഇവിടെ ജീവിക്കുന്നവർക്കറിയാം, നോർത്ത് ഇന്ത്യയിലോ അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ കേരളം വളരെ ദൂരമാണെന്നും ഇവിടെ ഒരു വളരെ തീർത്തും വ്യത്യസ്തമായ ഒരു സംസ്കാരമാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഇപ്പോൾ കേരള ടൂറിസം എന്ന് പറയുന്ന കേരളത്തിനൊരു ഡിസ്റ്റിങ്ക്റ്റീവ് ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങൾ കൊണ്ട്.
അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും സാർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വേറിട്ട് നിൽക്കുന്നു എന്നൊരു മെസ്സേജിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മളൊരു രാജ്യത്തിൻ്റെ ഭാഗമാണ്. ആ രാജ്യത്തെ സംഭവവികാസങ്ങൾ, രാജ്യത്തിൻ്റെ ചലനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെയും സ്വാഭാവികമായും സ്വാധീനിക്കും, ബാധിക്കും. രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിൽ നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ആൾക്കൂട്ട അക്രമങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ, സൗഹൃദം പങ്കുവച്ചതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ചിലർ കൊല്ലപ്പെടുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയാണ്. അത്തരം കാര്യങ്ങൾ നമ്മളെ ബാധിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില നിലയിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ കമ്മ്യൂണൽ പോളറൈസേഷൻ, കേരളത്തിലതില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലത് വളരെ കുറവാണ്. കേരളത്തിലേക്ക് വന്ന പല ഫോറിൻ ടൂറിസ്റ്റുകളോടും മറ്റ് സംസ്ഥാനങ്ങളിലെ ടൂറിസ്റ്റുകളോട് പ്രത്യേകിച്ചും സംസാരിക്കുമ്പോൾ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ ആതിഥേയ മര്യാദയാണ് ഇങ്ങോട്ട് വരാൻ ഞങ്ങളെ ഏറ്റവും പ്രേരിപ്പിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഐക്യമാണ്, മതസാഹോദര്യമാണ്. അപ്പോൾ അതൊരു വലിയ ടൂറിസം പ്രൊഡക്റ്റാണ്. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൻ്റെ കൾച്ചർ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും സാധ്യമാകാത്ത, അല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത ഒരു ടൂറിസം പ്രൊഡക്റ്റാണ്, ടൂറിസ്റ്റ് ഉൽപ്പന്നമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഏറ്റവും നല്ല നിലയിൽ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഫെസ്റ്റുകൾ നിങ്ങൾ കണ്ടില്ലേ? കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റുകൾ കേരളത്തിലെ ജനങ്ങളുടെ ഐക്യമാണ് കാണിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാംസ്കാരിക പൈതൃക കലകൾ നമുക്കെടുത്താൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തെയ്യം മുതൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് കേരളം മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടല്ല. ടൂറിസം മേഖലയിൽ കേരളം മത്സരിക്കുന്നത് മറ്റ് രാജ്യങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു 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 ഫോക്കസ് നമ്മൾ വലിയ നിലയിലേക്ക് ഉണ്ടാവണം. കേരളത്തിന് അതിൻ്റെ സാധ്യതയുണ്ട്. ആ ഫോക്കസിൽ നമ്മൾ നമ്മുടെ കോമ്പറ്റീഷൻ വിദേശ രാജ്യങ്ങളുമായിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇടപെടേണ്ടത്. അതിന് നമുക്ക് വെൽനസ് ടൂറിസം ഉണ്ട്, അതിന് നമുക്ക് ബീച്ച് ടൂറിസം ഉണ്ട്, അതിന് നമുക്ക് മലയോര ടൂറിസം ഉണ്ട്, അതിന് നമുക്ക് ഉത്തരവാദിത്ത ടൂറിസം ഉണ്ട്, അതിന് നമുക്ക് മനോഹരമായ പ്രകൃതി രമണീയമായ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളുണ്ട്. ഇതിനെയൊക്കെ നല്ല നിലയിൽ ഷോക്കേസ് ചെയ്ത് നമുക്ക് ലോകത്തിന് മുമ്പാകെ പരിചയപ്പെടുത്താനും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ കേരളത്തിലല്ല, കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ബോധ്യപ്പെടുത്താനും സാധിക്കുന്നതിനനുസരിച്ച് ഫോറിൻ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് കടന്നു വരും. ടൂറിസത്തിലും ഒരു കേരള മോഡൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പല അന്താരാഷ്ട്ര അവാർഡുകളിലും നമ്മൾ മത്സരിക്കുന്നത് മറ്റ് സ്റ്റേറ്റുകളായിട്ടല്ല, മറ്റ് രാജ്യങ്ങളായിട്ടാണ്. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ലോകത്തിന് മുമ്പാകെ കേരളം മുന്നോട്ട് വെക്കുന്നു. അല്ലെങ്കിൽ കേരളത്തിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ, ഫെസ്റ്റുകൾ, ഓണാഘോഷങ്ങൾ പോലുള്ള കൂട്ടായ്മകൾ, കേരളത്തിൻ്റെ മറ്റ് പ്രാധാന്യവും പ്രത്യേകതകളും, ഇത് നമുക്ക് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഇപ്പം മാലിന്യ പ്രശ്നം അതൊരു വിഷയമാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ പരിപാലനം ആര് നടത്തും? വിവിധ വകുപ്പുകൾ, ഒരു 5-6 വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെ നടത്തും? അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത് പരിഹരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ പരിഹരിച്ച് കൊണ്ടുവരാൻ സാധിച്ചാൽ വലിയ മാറ്റം നമുക്ക് ഇനിയും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എക്സ്പീരിയൻസ് ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കാത്തൊരു എക്സ്പീരിയൻസ് ആണ് സാർ ഇപ്പോൾ മെൻഷൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും പത്രത്തിലൊക്കെ കാണാറുണ്ട്, വിദേശികളായ യാത്രക്കാർ വന്ന് നമ്മളുടെ ബീച്ചുകളിൽ നിന്ന് മാലിന്യം മാറ്റുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നല്ല മനസ്സ്, പക്ഷേ ഒരു ഹോസ്റ്റ് സ്റ്റേറ്റ് എന്ന രീതിയിൽ നമ്മളത് കാണുമ്പോൾ നമുക്കത് അത്ര സന്തോഷം നൽകുന്ന ഒന്നല്ല. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരുടെയും ഉത്തരവാദിത്വമാണത്. അപ്പോൾ ഇതൊരു ജനങ്ങളുടെയും പങ്കാളിത്തം ആവശ്യമുള്ളൊരു മേഖലയല്ലേ അത് എങ്ങനെയാണ് നമുക്ക് സമഗ്രമായിട്ട് ആ പ്രശ്നം നേരിടാൻ കഴിയുക? വളരെ പ്രാധാന്യത്തോടു കൂടി മലയാളി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യേക ക്യാമ്പയിനുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്, മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും അതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചാണ് നടത്തുന്നത്. എന്നാൽ ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ഉത്തരവാദിത്തത്തെ എത്രത്തോളം കാണുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം.
ഒരു ചെറിയ കടലാസ് പോലും നിലത്തിടാൻ വേണ്ടി പാടില്ല എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവുക, നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ പതിയുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചെറിയ നിലയിലല്ല, വലിയ നിലയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് സാധ്യമാകുന്നില്ല. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് പുതിയ തലമുറയെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കോളേജുകളിൽ രൂപീകരിക്കപ്പെട്ട ടൂറിസം ക്ലബ്ബുകൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ്റെ ചുമതല കൊടുക്കുകയാണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കോളേജ് വൈ എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ നോക്കുന്നു, എ എന്ന് പറയുന്ന ഒരു കോളേജ് ബി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ നോക്കുന്നു, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു കോളേജ് തൊട്ടടുത്ത പി എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷൻ നോക്കുന്നു. ആ ഡെസ്റ്റിനേഷൻ്റെ മെയിൻ്റെനൻസ്, ആ ഡെസ്റ്റിനേഷൻ്റെ മാർക്കറ്റിംഗ്, ഇതൊക്കെ പുതിയ തലമുറയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇപ്പോൾ ബീച്ച് ഏരിയ ആണെങ്കിൽ ഫിഷറീസ് വകുപ്പ്, പോർട്ട്, അതുപോലെ തുറമുഖ വകുപ്പ് പോലെ തന്നെ DTPC, ഇവയൊക്കെ ചേർന്നുകൊണ്ട് അത് നടത്തി മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ്. അതിന് കുറേ കൂടി നമ്മൾ ഇനിയും ഊന്നൽ നൽകേണ്ടതുണ്ട്. കേരളത്തിലെ ടൂറിസം മേഖലകളെന്ന് പറയുമ്പോൾ പണ്ട് മുതലേ ഒരു തിരുവനന്തപുരം ടു കൊച്ചി, അല്ലെങ്കിൽ ഒരു കോവളം ബീച്ച് ടു ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ ആതിരപ്പള്ളി, അതുവരെയാണ് അതിൻ്റെ ഒരു വ്യാപ്തി നിൽക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മലബാറിലെ ടൂറിസം മേഖലയെ പല രീതിയിലും പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള പല ഇനിഷ്യേറ്റീവ്സും മലബാർ ടൂറിസം ഫെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും പല പല കാരണങ്ങൾ കൊണ്ട് അത് ഉദ്ദേശിച്ച രീതിയിൽ ടേക്ക് ഓഫ് ആയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. കണ്ണൂർ എയർപോർട്ടിൻ്റെ പോർട്ട് ഓഫ് കോൾ ഉൾപ്പെടെയുള്ള പല പല തീരുമാനങ്ങളാണ്. എങ്കിലും വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള മലബാർ ഏരിയയിൽ ഒരുപാടധികം എസ്പെഷ്യലി എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്ന് പറയുമ്പോൾ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് അഡ്വഞ്ചർ ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. നമ്മൾക്ക് എങ്ങനെയാണത് ശരിക്കും അതൊന്ന് അതിൻ്റെ പൊട്ടൻഷ്യൽ മുഴുവനായിട്ട് നമുക്കൊന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുക? അതൊരു പ്രധാന പ്രശ്നമാണ്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലെ ഫോക്കസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ന്യൂനതകളുള്ള പ്രദേശങ്ങളിലൊന്ന് മലബാറാണ്. 2021 ഞങ്ങളത് പൊതുവെ പരിശോധിച്ചു. കഴിഞ്ഞ സർക്കാർ 5 കൊല്ലം ഇതേ വ്യക്തി തന്നെ മുഖ്യമന്ത്രിയായ സർക്കാർ ഭരണം നടത്തിയതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട പ്രകടന പത്രിക, തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ ഒരു പ്രധാന പോയിന്റ് മലബാർ ടൂറിസത്തെ വികസിപ്പിക്കുമെന്നുള്ളതാണ്. അത് എന്തെങ്കിലും ഒരു പ്രാദേശികവാദത്തിൻ്റെ ഭാഗമായിട്ടല്ല. മലബാറിലെ ടൂറിസം വികസിച്ചാൽ അത് കേരള ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും. ഒരു വീക്ക് പോയിന്റിന് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ അത് മൊത്തം നമ്മുടെ ബോഡിയാണ് ഗുണം ചെയ്യുക. ഒരു കണക്ക് ഞെട്ടിക്കുന്ന കണക്കായിരുന്നു. ഞാനത് ആദ്യം വിശ്വസിച്ചില്ല. പിന്നെയും അത് പഠിച്ചപ്പോഴാണ് അത് വസ്തുതയാണെന്ന് മനസ്സിലായത്. 6% വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമാണ് മലബാറിലേക്ക് വരുന്നത്. 6%. 100 പേർ വന്നാൽ 6 പേർ മാത്രമാണ് വരുന്നത്. അതായത് തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് 7 ജില്ലകളിലേക്ക് 6% വരുന്ന സഞ്ചാരികൾ വരേണ്ട ഒരു സ്ഥലമാണോ? അല്ല എന്ന് നമുക്കറിയാം. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ KTDC ചെയർമാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, KTDC MDയും ടൂറിസം ഡയറക്ടറും ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രധാന ഒരു പ്രശ്നം താമസ സൗകര്യമാണ്. താമസിക്കാനുള്ള സൗകര്യമില്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ട്രാൻസ്പോർട്ടേഷനാണ്. ആക്സസിബിലിറ്റിയും ഹോസ്പിറ്റാലിറ്റിയാണ് പ്രശ്നം. KTDCക്ക് ഒരുപാട് സംവിധാനങ്ങൾ മലബാറിലുണ്ട്, എന്നാൽ അത് മതിയോ? അവിടെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റണം. ഞങ്ങൾ തുടക്കത്തിലെ പരിശോധിച്ചു. ഒരുപാട് 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവൃത്തി നടത്താനാകാതെ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ കാരണം മുന്നോട്ട് വരാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് അത് പരിഹരിക്കാൻ ശ്രമിച്ചു. അത് പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 1 മാസം മുമ്പ്, 1.5 മാസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ പഞ്ചായത്തിൽ ബേക്കലിൽ ഒരു പഞ്ചതാര ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. അവിടെ പോയപ്പോൾ ആ പഞ്ചായത്തിൽ അത് 3ാമത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. അതൊരു പ്രശ്നമുണ്ടായതാണ് 2 ഞങ്ങൾ പരിഹരിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ 2 സ്ഥലത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു റൂം പോലും ബാക്കി ഇല്ലാത്തതില്ല. അപ്പോൾ ആളുകൾ വരികയാണ്, താമസിക്കുകയാണ്. ഇനി സഞ്ചാരികളൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നവർ മാത്രമൊന്നുമല്ല. സഞ്ചാരികളിൽ ഭൂരിപക്ഷവും സാധാരണ റൂം കിട്ടണം. ഹോം സ്റ്റേ, റിസോർട്ട്, KTDC സംവിധാനങ്ങൾ, ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയത് ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞങ്ങൾ നിലവിലുള്ള എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ പരിശോധനയിലാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ 153 റെസ്റ്റ് ഹൗസ് ഉണ്ട്. അതിലൊരു 40% മലബാറിലെ 7 ജില്ലകളിലാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകളിൽ എങ്ങനെ റൂം കിട്ടുമെന്നുള്ളത് ആർക്കും അറിയാത്ത സ്ഥിതിയാണ്. ഇവിടെയുള്ള ഒരാൾക്ക് തൃശ്ശൂരിൽ
ഒരു കല്യാണം ഉണ്ട് അടുത്ത ആഴ്ച പോകണമെങ്കിൽ മുമ്പ് എങ്ങനെ റൂം ബുക്ക് ചെയ്യണം? പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് തിരുവനന്തപുരത്ത് ഒരു അപേക്ഷ കൊടുക്കണം. അത് പിന്നെ അങ്ങനെ പോയി വരണം. തിരുവനന്തപുരം ജില്ലയുണ്ട്, ഒരു കൊല്ലം ജില്ലയാണെങ്കിൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലകളാണെങ്കിൽ തൃശ്ശൂർ ബുക്ക് ചെയ്യണമെങ്കിൽ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് തിരിച്ച് അവിടെ പോയി കടലാസ് എത്തണം. അപ്പോൾ അതിന് കല്യാണം കഴിഞ്ഞ് ഓരോരോ വഴിക്ക് പോകും. അതിനാണ് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചത്. 2021 നവംബർ 1 ഓൺലൈൻ ബുക്കിംഗ് കേരളത്തിൽ ആരംഭിച്ചു. ആ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച് ഈ 3.5 വർഷത്തിനിടയിൽ 23 കോടി രൂപയുടെ അധിക വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിച്ചു എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈൻ ബുക്കിങ്ങിൽ റൂം എടുത്തു. വെറും 600 രൂപക്കാർ റൂം, AC റൂമിന് 1000 കോർപ്പറേഷൻ ലിമിറ്റിൽ. അതുപോലെ റൂം പുറത്ത് കിട്ടണമെങ്കിൽ അതിന് 4 ഇരട്ടി കൊടുക്കണം. വ്യക്തിഗത ലാഭം ഈ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് കോടികളാണ്. ഇതിൽ വലിയൊരു ശതമാനവും ഞങ്ങളിപ്പോൾ പരിശോധിച്ചു ടൂറിസ്റ്റുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് നമ്മൾ കാണേണ്ടത് മലബാറിലെ ജില്ലകൾ, വയനാടായാലും കോഴിക്കോടായാലും കാസർഗോഡായാലും മറ്റ് മലബാറിലെ ജില്ലകൾ 6% എന്നുള്ളിടത്ത് വലിയ നിലയിലേക്ക് കുതിച്ചു. ഇപ്പോൾ പ്രധാനമാണ്. അതിൻ്റെ ഒരു ഗുണം എന്താ? ഇപ്പോൾ കോഴിക്കോട് ഒരു സഞ്ചാരി വന്നാൽ ആ സഞ്ചാരി എറണാകുളം ടച്ച് ചെയ്യും. അപ്പോൾ മലബാറിൽ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുമ്പോൾ അത് കേരളത്തിലെ മറ്റിടങ്ങളിലേയും കൂടുന്നുണ്ട്, കേരളത്തിൻ്റെ തലസ്ഥാനത്ത് കൂടുന്നുണ്ട്, എറണാകുളത്ത് കൂടുന്നുണ്ട്. ഇതൊക്കെ കണക്റ്റഡാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്നവർ നേരത്തെ വടക്കോട്ട് നോക്കാറില്ല, തെക്കോട്ടേ നോക്കാറുള്ളൂ. എങ്കിൽ ഇന്ന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്ന ഒരു ടൂറിസ്റ്റ് തെക്കോട്ട് മാത്രമല്ല വടക്കോട്ടും നോക്കും, വടക്കോട്ട് സഞ്ചരിക്കുകയും ചെയ്യും. ആ നിലയിലേക്ക് മാറ്റം കൊണ്ടുവരാൻ ഈ കാലയളവിൽ പൊതുവെ എല്ലാവരും ചേർന്നുകൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇനിയും സാധ്യത അനന്തമാണ്. അതിന് ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്, ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വയനാട് ടൂറിസം സർവകാല റെക്കോർഡിലെത്തി. ചൂരൽമല ദുരന്തം ചെറിയൊരു പ്രയാസം നമ്മൾ സൃഷ്ടിച്ചു. വയനാട് ഡിസാസ്റ്റർ എന്നായിരുന്നു പ്രചരണം. ചെറിയ സെറ്റ് ബാക്ക് അതിൻ്റെ ഭാഗമായി ഉണ്ടായി. പക്ഷേ നമുക്കതിനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റി. ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡ് ഇപ്പോൾ വയനാട്ടിലായി. ബാംഗ്ലൂരിലെ IT ഹബ്ബ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ മുഴുവനുള്ള ഒരു മിനി ഇന്ത്യയാണ്. അവരൊക്കെ വയനാടിനെ കണ്ടു. പിന്നെ സ്വാഭാവികമായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകൾ വയനാട്ടിൽ വരുന്നു, ഫോറിൻ ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരുന്നു. വയനാട്ടിൽ വരുന്നവർ വയനാട്ടിൽ മാത്രമല്ല നിൽക്കുന്നത്, അവർ കേരളം മൊത്തം സഞ്ചരിക്കുന്നു. ഇത് വലിയ മാറ്റമായിട്ട് വരുന്നു. പിന്നെ ആക്സസിബിലിറ്റിയാണ്. പുതിയ റോഡുകൾ വരുന്നു. NH66 ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. സംസ്ഥാന ഗവൺമെൻറ് തന്നെ അതിന് 5580 കോടി രൂപ ചെലവഴിച്ചു. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഇങ്ങനെ മികച്ച റോഡുകൾ, ഇതൊക്കെ ഒരുക്കിക്കൊണ്ട് മലബാർ ടൂറിസത്തെ കൂടി വലിയ നിലയിൽ ഡെവലപ്പ് ചെയ്യുന്നു. ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മലബാർ റിവർ ഫെസ്റ്റിവൽ ആ നിലയാണ്. ബേക്കൽ ഫെസ്റ്റിവൽ അങ്ങനെയാണ്. ഇപ്പോൾ വയനാട്ടിലൊരു ഫെസ്റ്റ് നടക്കാൻ പോകുന്നു. ഇങ്ങനെ ഫെസ്റ്റുകൾ, പുതിയ പദ്ധതികൾ, മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ വലിയൊരളവോളം സാധിച്ചു എന്നുള്ളത് ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. കോഴിക്കോടിന് കഴിഞ്ഞ വർഷം കിട്ടിയ മറ്റൊരു പദവിയാണ് യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു ലിറ്റററി ഫെസ്റ്റിലുമാണ്. അപ്പം നമുക്ക് ലിറ്റററി ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ ഇല്ലേ എന്നുള്ള ചോദ്യം. കേരള ടൂറിസം ബ്ലോഗേഴ്സിനെയും ക്ഷണിച്ച് കേരളത്തിൽ അവർ യാത്ര ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങളും അതിനെക്കുറിച്ചുള്ള വാക്കുകളും എഴുതാറുണ്ട്. അതുപോലെ ഒരു ആർട്ടിസ്റ്റ് റെസിഡൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അത് 1-2 പ്രൈവറ്റ് ഏജൻസീസ് കേരളത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ തീർച്ചയായും കുറച്ചും കൂടെ ഒരു വലിയ രീതിയിൽ ഇപ്പോൾ യുനെസ്കോ ഒരു അംഗീകാരം കോഴിക്കോടിന് കിട്ടി നിൽക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾക്കത് ആ രീതിയിലും കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുന്നില്ലേ? തീർച്ചയായിട്ടും അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ കോഴിക്കോടിൻ്റെയോ മലബാറിൻ്റെയോ കാര്യം പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ ഇനീഷ്യേറ്റീവിൽ ഒരു B2B മീറ്റ് മലബാറിന് വേണ്ടി നടന്നത് ഇപ്പോൾ അടുത്താണ്. അവിടെ കടവ് റിസോർട്ടിൽ കോഴിക്കോട് നടന്നു. വലിയ പങ്കാളിത്തമായിരുന്നു. അത് ഇടയ്ക്കിടെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ലിറ്റററി സർക്യൂട്ട് അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് കേരളത്തിലാണ്, ടൂറിസം മേഖലയിൽ. അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബേപ്പൂരിൽ ആരംഭിച്ച് അത് മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ ജില്ലകൾ പടരാൻ വേണ്ടി പോവുകയാണ്. കോഴിക്കോടിന് യുനെസ്കോ പുരസ്കാരം കിട്ടി. അത് നമുക്ക് എങ്ങനെ ടൂറിസമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ഒരു റൗണ്ട് ചർച്ച നടത്തി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനിയും നടത്താനാകും. അതിന് അനന്ത സാധ്യതയാണ്. കൾച്ചറൽ ടൂറിസത്തിൻ്റെ സാധ്യത നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അത് സാംസ്കാരിക വകുപ്പുമായി ചേർന്നുകൊണ്ട് ചില പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാടിൻ്റെ സംസ്കാരം, സാഹിത്യം, ഇതെല്ലാം അടുത്തറിയുക എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനത്തെയുള്ള ഇനിഷ്യേറ്റീവ്സ് വളരെ വളരെ ഉപയോഗപ്രദമാകും. നേരത്തെ സാറ് മെൻഷൻ ചെയ്ത് പോയൊരു കാര്യമാണ് ഹോം സ്റ്റേസ് എന്നുള്ളത്. അപ്പം
ശരിക്കും എക്സ്പീരിയൻസ് ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രദേശത്തെ ഒരു കുടുംബത്തോടൊപ്പം താമസിക്കുക, അവരുടെ ഭക്ഷണം, ജീവിത രീതികൾ മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ ഒരു നാടിനെ അറിയാൻ കഴിയുന്ന ഒരു രീതിയാണ് ഹോം സ്റ്റേസ് എന്ന് പറയുന്നത്. അത് സർക്കാർ നല്ല രീതിയിൽ അത് ഫോക്കസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇപ്പം കാണുന്നത് കുറേ അധികം അൺരജിസ്റ്റേർഡ് ഹോം സ്റ്റേസ് വരികയും മൊത്തത്തിൽ അത് കാരണം ആ ഒരു സെഗ്മെന്റിന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇടുകയും ചെയ്ത ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഹോം സ്റ്റേസിന്റെ കാര്യം നിൽക്കുന്നത്. ഇതിൽ നമുക്ക് അപ്പം അതിൽ പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് ഡീറെഗുലേറ്റ് ചെയ്തിട്ട് അവർക്ക് കുറച്ചും കൂടെ ഫ്രീഡം കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. സർവീസ്ഡ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് ഉടമസ്ഥൻ അവിടെ ഇല്ലെങ്കിൽ പോലും അവർക്ക് താമസിക്കാൻ പറ്റും. അപ്പോൾ പല പല അഭിപ്രായങ്ങളും ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ എന്നുള്ള രീതിയിൽ, അപ്പം അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഏരിയയാണ്. അപ്പം നമുക്ക് ആ ഹോം സ്റ്റേ കോൺസെപ്റ്റിനെ ഉദ്ദേശിച്ച ഒരു ഫലത്തിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ കഴിയും എന്നുള്ളതിനെ കുറിച്ച്. രണ്ട് രീതിയിലാണ് പ്രശ്നമുള്ളത്. ഒന്ന് ഹോം സ്റ്റേയുടെ പ്രശ്നം, ഹോം സ്റ്റേ എങ്ങനെ ആരംഭിക്കണം, അതിന് ഒരുപാട് സാങ്കേതിക കുരുക്കുകൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നം നമ്മളിപ്പോൾ ഒരു അളവോളം പരിഹരിച്ചു, ആ കുരുക്കഴിച്ചു. ഇപ്പോൾ ടൂറിസം വകുപ്പിന് തന്നെ നേരിട്ട് അത്തരം വിഷയങ്ങൾ നിലപാടെടുക്കാം. അതല്ലെങ്കിൽ നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇനി മറ്റ് പ്രശ്നം, ഇതൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന പ്രശ്നമായിരുന്നു. വലിയ അളവോളം അത് പരിഹരിക്കാൻ പറ്റി. അതിനുശേഷം വലിയ മാറ്റാ മേഖലയിലുണ്ട്. രണ്ടാമത്തെ പ്രശ്നം അത് വളരെ ഗൗരവമാണ്, സർട്ടിഫിക്കേഷൻ. അതില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അതിന് ചില തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വിദേശത്തുള്ളവർ അവരുടെ വീട് അടഞ്ഞെടുക്കുകയാണ്. ആ വീട് ഹോം സ്റ്റേ ആക്കി മാറ്റാൻ അവർ തയ്യാറാണ്. പക്ഷെ അവർക്കത് എങ്ങനെയെന്ന് അറിയില്ല. അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇതറിയാത്തവരുണ്ട്, വീടുണ്ടാവും അറിയാത്തവർ, അവരെ അറിയിച്ച് ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ നിലവിൽ വീട്ടിൽ തന്നെ ഈ ഹോം സ്റ്റേ സംവിധാനം ഒരുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അതും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റി എന്നുള്ള പ്രശ്നങ്ങൾക്ക് ഒരു വലിയ അളവോളം പരിഹാരം കാണാൻ ടൂറിസം മേഖലയിൽ ഒരു കുതിപ്പിന് ഹോം സ്റ്റേ സംവിധാനം തന്നെയാണ് ഒരു സാധ്യത. നമ്മൾ പല വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ വലിയൊരു വരുമാനം ഹോം സ്റ്റേ ആണ്. അപ്പോൾ കേരളത്തിന് അതിൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് എന്തായാലും ഈ 2025 വർഷത്തിൽ പരിഹരിച്ച് പോകാം. കേരളത്തിലെ ടൂറിസം നേരിടുന്ന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുക എന്ന് വേണം പറയാൻ. ഒന്ന്, പ്രകൃതിക്ഷോഭം കാരണം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായി, അതുപോലെ വയനാട് ഡിസാസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഏറെക്കുറെ എല്ലാ കൊല്ലവും എന്തെങ്കിലും ഇതുപോലത്തെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ള രീതിയിലാണിപ്പം. അപ്പം അത് എങ്ങനെയാണ് അത് ടൂറിസത്തിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ അതെങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം പ്രത്യേകിച്ച് വിദേശ സഞ്ചാരികളുടെ ഇടയിൽ ആനിമൽസിനോടൊരു ക്രൂവൽറ്റി കാണിക്കുന്ന ഒരു കൂട്ടരാണ് ഒരു ദേശത്തിലെ വാസികളെന്ന് തോന്നിയാൽ അവർക്ക് വളരെ നെഗറ്റീവ് ഇമേജാണ് ഉണ്ടാവുക. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പുറത്തോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇമേജ്, മനുഷ്യരെക്കാൾ സ്നേഹിക്കുന്നത് മൃഗങ്ങളെയാണ് പലപ്പോഴും അങ്ങനെ കാണപ്പെടാം പല രാജ്യങ്ങളിലും നമുക്ക്. അതെ. അപ്പം അതിൻ്റെയും കേരളം വളരെ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും കൂടി വരികയാണ്. ഈ രണ്ട് കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ടൂറിസം മുന്നോട്ടുള്ള യാത്രയിൽ വളരെ ഗൗരവമായി പരിഹരിച്ച് മുന്നോട്ട് പോകണം. അത് മുഴുവനായി പരിഹരിക്കാൻ എത്രത്തോളം കഴിയും എന്നുള്ളതും അറിയില്ല. പക്ഷേ കേരള ടൂറിസത്തിൻ്റെ ഇനീഷ്യേറ്റീവ്സിൽ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഒരു ക്ലൈമറ്റ് റിലേറ്റഡ് വോളറ്റിലിറ്റിയും അതുപോലെ ആനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്റ്റും, ഇത് രണ്ടും എങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? രണ്ട് പ്രധാന പ്രശ്നമാണ്. രണ്ടാമത്തേതിൽ ഞാൻ തുടങ്ങാം. രണ്ടാമത്തേത് നമ്മൾ പണ്ടുകാലം മുതലുള്ളൊരു പ്രശ്നമാണ്, ഇപ്പോൾ തുടങ്ങിയതല്ല. ഇപ്പോൾ പിന്നെ ഈ ഗ്ലോബൽ വാർമിങ്ങും മറ്റു പല പ്രശ്നങ്ങളുമായിട്ട് പല വിഷയങ്ങളും വരുന്നുണ്ട്. അത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി പറ്റും, അതിന് വലിയ ശ്രമമാണ് നടത്തുന്നത്. അതിന് നമുക്കറിയാം ചില നിലയിലുള്ള ചില നിയന്ത്രണങ്ങൾ, കേന്ദ്ര നിയമങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. രണ്ടാമത്തത് നിങ്ങൾ ആദ്യം പറഞ്ഞ വിഷയമാണ്. ആദ്യം പറഞ്ഞ വിഷയം തീർച്ചയായിട്ടും ഡിസാസ്റ്ററുകൾ. ഇപ്പോൾ ഡിസാസ്റ്ററുകൾ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്നു. ഇപ്പോൾ പ്രളയം, ഇപ്പോൾ ചൂരൽമല ദുരന്തം നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളായി നിന്നിട്ടുണ്ട്. അത് ടൂറിസത്തെ ബാധിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ അത് നമ്മൾ കവർ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചൂരൽമല ദുരന്തം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ, ചൂരൽമല ദുരന്തം
അതിന് നൽകിയ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൂടിയുണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റി പറഞ്ഞത് ഹോൾ വയനാടിലെ ഒരു ഡിസാസ്റ്ററായി, വയനാട് ഡിസാസ്റ്റർ എന്ന വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ അന്നത്തെ ഒരു ഏറ്റവും ട്രെൻഡിങ് ഹാഷ്ടാഗ് വയനാട് ഡിസാസ്റ്റർ ആയിരുന്നു. അതിൻ്റെ ഭാഗമായി വയനാട്ടിലേക്ക് നേരത്തെ റിസോർട്ടൊക്കെ റൂം ബുക്ക് ചെയ്ത കേരളത്തിൻ്റെ പുറത്തുള്ള പലരും പരാതിയായി. പിന്നെ നമ്മൾ എൻ്റെ കേരളം എന്നും സുന്ദരം എന്നൊരു ക്യാമ്പയിൻ എടുത്തതിന് ശേഷമാണ് എല്ലാവരെയും വയനാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യിച്ച് ക്യാമ്പയിൻ എടുത്തതിന് ശേഷമാണ് അതിനെ കവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ഭാഗത്ത്. അതുപോലെ ഈ പ്രശ്നങ്ങൾ പ്രകൃതിയിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതിക്ക് ഒരു പ്രയാസം പറ്റാത്ത നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ടൂറിസം തന്നെ ആ നിലയിൽ തന്നെയാണ് ഇടപെടുന്നത്. പൊതുവെ ആ നില തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രകൃതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടൂറിസത്തെ വികസിപ്പിക്കാനാകും. അതിൽ ഒരു പ്രയാസമുള്ള കാര്യമില്ല. ആ നിലയിൽ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്നാണ്. പുറത്ത് കുറേ രാജ്യങ്ങളെ കണ്ടിട്ടുണ്ട്, ടൂറിസത്തിൽ വേരൂന്നി നിൽക്കുന്ന നാടുകളുണ്ട്. ഒരിക്കലും കേരളം അങ്ങനെ ആകണമെന്ന് ആരും ആഗ്രഹിക്കില്ല. ഇതിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും സംരംഭങ്ങളിൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ എത്രത്തോളം പങ്കാളിത്തമാണ് ആഗ്രഹിക്കുന്നത്? ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ ലോകത്ത് ഏത് രാജ്യം എടുത്താലും ടൂറിസത്തിൻ്റെ വികാസത്തിൽ സ്വകാര്യ നിക്ഷേപത്തിനും സ്വകാര്യ സംരംഭകരുടെ സാന്നിധ്യത്തിനും വലിയ പങ്കുണ്ട്. കേരളം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്, പക്ഷെ അതിനുള്ള ഫണ്ട് നമ്മുടെ കയ്യിലില്ല. നമുക്ക് സാമ്പത്തിക സ്രോതസ്സ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ എന്താ നമ്മുടെ റവന്യൂ? മറ്റ് സ്റ്റേറ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിന് റവന്യൂ ഇല്ല. നമുക്ക് കിട്ടേണ്ട പൈസ തന്നെ കിട്ടാത്തപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, കേന്ദ്രമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇത്തവണത്തെ ബഡ്ജറ്റ് തന്നെ ഞാൻ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഡ്ജറ്റ് കണ്ടാൽ കേരളത്തെ നിരോധിച്ചോ എന്ന് തോന്നിപ്പോവും ബഡ്ജറ്റിൽ. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ട്. അങ്ങനെ ഒരു ഭാഗം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫെസിലിറ്റേറ്ററായി മാറിയാൽ, സർക്കാർ പല കാര്യങ്ങളിലും ടൂറിസം മേഖലയിൽ ഫെസിലിറ്റേറ്ററായി മാറിയാൽ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിന് ഒരുപാട് പേർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അവർക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ ഗവൺമെൻറ് അതിൽ ചെയ്തു കൊടുക്കുന്ന കാര്യം എന്തൊക്കെ എന്ന് ബോധ്യപ്പെടുത്തിയാൽ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് ഞങ്ങൾ ടിം നടത്തിയത്, ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ കേരളത്തിൽ സംസ്ഥാന സർക്കാർ ലീസിന് നൽകാവുന്ന ഭൂമി അതുപോലെ മറ്റ് സാധ്യതകളൊക്കെ തന്നെ ലിസ്റ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2025 നമുക്ക് കുറേ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഈ ഒഴിഞ്ഞു കിടക്കുന്ന പല സർക്കാർ സ്ഥലങ്ങളുമുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല കംഫർട്ട് സ്റ്റേഷനുകളോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോ ആക്കി മാറ്റാനാകും. ഇപ്പോൾ ബ്രിഡ്ജുകളുടെ അടിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിൽ പലരും ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അവിടെ മറ്റ് പല അനാശ്വാസ പ്രവർത്തനത്തിന് കേന്ദ്രമായി മാറി. അതൊക്കെ നല്ല നിലയിൽ ഇപ്പോൾ മാറ്റി അത് ഇപ്പോൾ ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റാം. കുട്ടികൾക്ക് കളിക്കാനുള്ളപ്പോൾ കളിക്കാൻ ഇടങ്ങളില്ല എന്നുള്ളതല്ലേ പ്രശ്നം, അതാക്കി മാറ്റാം. ഇപ്പോൾ കൊല്ലത്ത് അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകും. കൊല്ലത്ത് അധികം വൈകാതെ 2 മാസം കൊണ്ട് ഉദ്ഘാടനം കേരളത്തിലാകെ പടർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതു ഇടങ്ങളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, പുതിയ ടൂറിസം സംരംഭങ്ങൾ എങ്ങനെയൊക്കെ പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്താൻ എങ്ങനെ പറ്റുമെന്നുള്ളത് പറയാൻ പറ്റും. അതിലേറ്റവും സാധ്യത വാട്ടർ സ്പോർട്സാണ്. ബീച്ച് സ്പോർട്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് നിക്ഷേപിക്കാൻ തയ്യാറാവുന്നവരെ 2 കൈ നീട്ടി സ്വീകരിക്കാം, അവർക്കതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാം. അത് കേരളത്തിൻ്റെ ബീച്ച് ടൂറിസത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. വാട്ടർ സ്പോർട്സ് നമുക്ക് ഗോവയേക്കാൾ സാധ്യത കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ പല ബീച്ചിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഗവൺമെൻറ് ഫണ്ടിങ് അല്ല, ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ ആവുകയാണ്. ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ ആയിക്കൊണ്ട് എങ്ങനെ അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബേക്കലിൽ ഗവൺമെൻറ് സ്ഥലമാണ് സ്വകാര്യ സംരംഭകർക്ക് കൊടുത്ത് 5 സ്റ്റാർ ഹോട്ടലുകൾ കൊണ്ടുവരാൻ വന്നത്. അതുപോലെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സ്വകാര്യ നിക്ഷേപം ടൂറിസം മേഖലയിൽ ഇനിയും വർദ്ധിപ്പിക്കാനും അതിൽ ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററായി നിൽക്കാനും സ്വകാര്യ നിക്ഷേപത്തിന് താല്പര്യമുള്ളവരെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചാൽ വലിയ മാറ്റം നമുക്ക് ഒരു 5 കൊല്ലം കൊണ്ട് തന്നെ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായും നമുക്ക് ചോദ്യോത്തരങ്ങളുടെ ഒരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചോദ്യം കൂടെ വളരെ പെട്ടെന്നൊന്ന് ചോദിച്ചോട്ടെ. ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ, ഒരു വിനോദസഞ്ചാരി എന്ന നിലയിൽ ഏറ്റവും ആഴത്തിൽ സ്പർശിച്ച ഒരു ട്രാവൽ എക്സ്പീരിയൻസ് അങ്ങയുടെ ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ല, അത് കേരളത്തിലെ ഒരു പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് മറ്റ് കേന്ദ്രങ്ങളോട് ഒരു ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ
ഒരു ഒരു അനീതിയാവും. അനീതിയാവും. ഇനി വിദേശ രാജ്യത്തെ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ കേരളത്തിൽ ഇതിൽ നല്ലതില്ലേ എന്ന ചോദ്യം വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ചോദ്യത്തിനുണ്ട്. എന്നാലും എനിക്ക് കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ വലിയ പ്രചോദനമായി തോന്നിയതൊന്ന് പാരീസാണ്. പാരീസ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ പാരീസിലെ സിറ്റിക്ക് സൈഡിലുള്ള കനാലുകളിലൂടെയുള്ള ബോട്ട് യാത്രകൾ സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്നുണ്ട്. പാരീസിലെ പാലങ്ങളൊക്കെ ടൂറിസ്റ്റ് കേന്ദ്ര, ദീപാലങ്കൃതമായ പാലങ്ങൾ. ആ ദീപാലങ്കൃതമായ പാലങ്ങളോട് ചേർന്ന് കൊണ്ട് ചില പാർക്കോ മറ്റോ സ്ഥലങ്ങളുണ്ട്. അവിടെ ആ പ്രദേശത്തുള്ള കലാകാരന്മാർ വന്ന് വെറുതെ കലാപരിപാടികൾ അവതരിപ്പിക്കും. ആളുകൾക്ക് ഇരിക്കാം, വേണമെങ്കിൽ കേൾക്കണം എന്നൊരു നിർബന്ധമില്ല, പക്ഷേ ഒരു സ്റ്റേജ് ഉണ്ടാവും. ഇത് കേരളത്തിന് അനുകരിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പരീക്ഷണമാണ് ഫറോക്ക് ബ്രിഡ്ജിൽ നടത്തിയത്. ഞങ്ങളത് ആലോചിച്ച് ആ പരീക്ഷണം അവിടെ നടത്തിയപ്പോൾ അത് വലിയ വിജയമായി. അതിൻ്റെ അടുത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം, അത് അടച്ചുപൂട്ടിയൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ലഹരി ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വരുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അത് പാർക്ക് ഞങ്ങൾ എടുത്തു, അത് കംപ്ലീറ്റ് നന്നായി നവീകരിച്ചു, പാലം ദീപാലങ്കൃതമാക്കി. ഇപ്പോൾ അവിടുത്തെ സ്ഥിതി നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാം. പാലം കാണാൻ ആൾ വരുന്നു, മറ്റു ജില്ലകളിൽ നിന്ന് വരുന്നു. പാർക്കിലൊരു സ്റ്റേജ് ഉണ്ട്, അവിടെ പാട്ട് അല്ലെങ്കിൽ ഡാൻസ്, കുട്ടികൾ കളിക്കുന്നു. അതൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ഇത് നമുക്ക് കേരളത്തിലാകെ പടർത്താൻ പറ്റും. അപ്പോൾ പാരീസിൻ്റെ ആ മോഡൽ, അതുപോലെ തന്നെ കനാലിലൂടെയുള്ള യാത്ര, നമുക്ക് വലിയൊരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ ജലഗതാഗത പാത കോവളം മുതൽ ബേക്കൽ വരെ അത് സമീപഭാവിയിൽ വരും. ജലഗതാഗത പാത വന്നു കഴിഞ്ഞാൽ ചരക്ക് ഗതാഗതം മുഴുവൻ നമുക്ക് അതിലൂടെ കൊണ്ടുപോകാം. അതോടൊപ്പം ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും നല്ല നിലയിൽ കേരളത്തെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ കാണാൻ പറ്റുന്നൊരു നിലയുണ്ടാക്കാൻ പറ്റും. ഓരോ സിറ്റികൾ നിങ്ങൾ എടുത്തു നോക്ക്, സിറ്റികൾക്ക് ഇടയിലൂടെയുള്ള കനാലുകളുണ്ട്. ആ കനാലുകളിലൂടെ ബോട്ട് യാത്ര, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ സാധ്യതയാണ്. പിന്നെ ഞാൻ കണ്ടൊരു പ്രത്യേകത ഫുഡ് സ്ട്രീറ്റുകളാണ്. ചെറിയ സ്റ്റേറ്റാണ് കേരളമെങ്കിലും ഭക്ഷണ വൈവിധ്യം അത് എടുത്തു പറയണം. ഇപ്പം ഇന്നലെ ഞാനിവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ വിദേശത്തു നിന്നും വന്നിട്ടുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. അതിൽ 3 പേരോട് ഞാൻ സംസാരിച്ചു. 3 പേരും കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ദോശ തിന്നാൻ ഇഷ്ടമാണെന്ന് ഒരാൾ പറഞ്ഞത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഭക്ഷണം അത് പ്രധാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭക്ഷണം, നമ്മളൊക്കെ ഏതൊക്കെ സ്ഥലത്ത് ഹോട്ടലാണ്, ഞാൻ സ്ഥലമൊന്നും ഹോട്ടലിന് പരസ്യമൊന്നും കൊടുക്കുന്നില്ല, ഒരു ചെറിയൊരു ഹോട്ടൽ ഒരു സ്ഥലത്ത്, അപ്പോൾ അവിടെ നല്ല മീൻ കിട്ടുന്ന പറഞ്ഞ ഒരു ദിവസം ഞാനും പോയി. ഞാനിതപ്പോൾ ഈ 1 കൊല്ലം മുമ്പ് അവിടെ പോയി അപ്പോൾ ഭയങ്കര ക്യൂ ആണ്, പുറത്ത് നിന്നു. അപ്പോൾ കൈ കഴുകി വരുന്ന ആളുകൾ പരിചയപ്പെടുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കിലോമീറ്ററുകളോളം ദൂരത്തുനിന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടി അവിടെ വരിക, കാറെടുത്ത് വരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരിക. അതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, IT രംഗത്ത് ജോലി ചെയ്യുന്ന ചില ആളുകൾ വരികയാണ്. എന്നിട്ട് അങ്ങനെ ഒരു ട്രെൻഡ് കേരളത്തിലുണ്ട്. നിങ്ങൾ ഓരോ സ്ഥലം എടുത്താൽ ചിലയിടത്ത് മീനായിരിക്കും പ്രത്യേകത, ചിലയിടത്ത് വെജിറ്റേറിയൻ ആയിരിക്കും, ചിലയിടത്ത് മാംസമായിരിക്കും. മാംസം തന്നെ പലയിടത്തും പലതാണ്, പല നിലയിലുള്ള മാംസമാണ്. ചിലയിടത്ത് മട്ടൺ, ചിലയിടത്ത് ബീഫ്, ചിലയിടത്ത് ചിക്കൻ, ചിലയിടത്ത് മീൻ തന്നെ പല വെറൈറ്റിയാണ്. ഇതൊക്കെ ചിലയിടത്ത് വെജിറ്റേറിയൻ കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്നവരുണ്ട്. ഇതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഇത് 3ഉമാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. എൻ്റെ പേര് വിഷ്ണു, ഞാനൊരു ടൂറിസം അധ്യാപകനാണ്. അപ്പോൾ ഞാൻ താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശരിക്കും നമ്മുടെ ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബിൾ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പക്ഷെ നമ്മളിപ്പോഴും അതിൻ്റെ ഒരു നൈറ്റ് ലൈഫിൻ്റെ ഒരു സാധ്യതകൾ ഇപ്പോഴും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് മാനവീയം, വിധിയും, ടെക്നോ പാർക്കും, അല്ലെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ കോഴിക്കോട് ബീച്ച് വെക്കണം. അതിനപ്പുറത്തേക്ക് നമുക്ക് സ്ഥലങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോഴും അതൊരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു സാധ്യതയായി കിടക്കുന്നു. അതോടൊപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ നേരിട്ടൊരു അനുഭവം കൂടെ താങ്കളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ നേരത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് താങ്കൾ സൂചിപ്പിച്ചു കാലിക്കറ്റ് ബീച്ചിൽ രാത്രി 12 മണിക്കും 2 മണിക്കും ഒക്കെ നമുക്ക് യാത്ര ഇരിക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ജനുവരി പകുതിയോടുകൂടി ഞാൻ കാലിക്കറ്റ് ബീച്ചിൽ പോവുകയുണ്ടായി. അപ്പോൾ ഒരു 11:30 ഞാൻ ചെല്ലുന്നത് തന്നെ രാത്രി 10:00 അതിനുശേഷം 2 കാലിക്കറ്റിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകത, ഭക്ഷണ സംസ്കാരത്തിന് ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ്.
ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാലിക്കറ്റിലെ പ്രശസ്തമായിട്ടുള്ള 2 ഹോട്ടലിൽ അവിടെ എല്ലാം നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് സ്ഥലം കിട്ടിയില്ല. മറ്റൊരു ഹോട്ടലിലേക്ക് പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കാലിക്കറ്റ് ബീച്ചിൽ പോവുകയാണ്. അപ്പോൾ ഒരു 11:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാലിക്കറ്റ് ഇപ്പോൾ നമ്മൾ വിഷയം തന്നെ എക്സ്പീരിയൻഷ്യൽ ടൂറിസമാണ്. ഇപ്പോൾ കാലിക്കറ്റ് ബീച്ചിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയുള്ള വിവിധ തരത്തിലുള്ള മിഠായികളും അതുപോലെ ഉപ്പിലിട്ടതും അതുപോലുള്ള സ്നാക്കുകളും ഒക്കെ കൊണ്ട് വളരെ വൈവിധ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ 11 മണിയാകുമ്പോൾ രാത്രി വന്നിട്ട് പോലീസുകാർ വന്നിട്ട് ടോർച്ച് അടിക്കും. അപ്പോൾ ഈ ചെറിയ കടക്കാരെല്ലാം അവർ കച്ചവടം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകണം. നമുക്കറിയാം കോഴിക്കോട് ബീച്ചിൽ അവരുടെ ഓരോ ചെറിയ കടക്കാരുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതെല്ലാം ഓഫ് ചെയ്യണം ഇവർ കച്ചവടം അവസാനിപ്പിച്ച് ബീച്ചിൽ കാലിയാക്കി പോകണം ഈ 11:30 ആകുമ്പോൾ. ശരിക്കും നമ്മൾ എക്സ്പീരിയൻഷ്യൽ ടൂറിസമാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കച്ചവടക്കാരില്ലാതെ എന്ത് എക്സ്പീരിയൻഷ്യൽ ടൂറിസമാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുന്നത്? കാരണം ബീച്ച് മാത്രം ആസ്വദിക്കാനല്ലല്ലോ വരുന്നത്. ബീച്ച് കാണുകയും അതോടൊപ്പം അവിടുത്തെ ലൈറ്റ് ആസ്വദിക്കുകയും ഈ പറയുന്ന മിഠായി നുണയുകയും ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം. അതേസമയം നമുക്ക് ബീച്ചിൽ പോകാൻ അനുവാദം കൊടുക്കുകയും അവിടുത്തെ കച്ചവടക്കാരുടെ കച്ചവടം നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നുണ്ടായിരുന്നു ഈ 11:30ക്കും അയാൾ കച്ചവടം ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം അയാൾ അതിന് വില്ലിങ് ആണ്. രാത്രി 11:30ക്ക് എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ഒരാൾ കച്ചവടം ചെയ്യുന്നത് അയാൾ നീഡിയായിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരം ഒരാളുടെ കച്ചവടം നമ്മൾ നിർത്തുകയും പിന്നെ ഈ രാത്രി ബീച്ചിൽ പോകുന്ന ആൾക്കാർക്കും അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. ഞാൻ കാലിക്കറ്റിൽ വല്ലപ്പോഴും പോകാൻ കിട്ടുന്ന അവസരം. അപ്പം ഞാൻ രാത്രി 11:30ക്ക് കാലിക്കറ്റ് ബീച്ചിൽ പോകുമ്പോൾ എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ല മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇത് 11:30ക്കും ജനസാഗരമാണ് കാലിക്കറ്റ് ബീച്ചിൽ. അപ്പോൾ അവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ഏകോപനം ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നൈറ്റ് ടൂറിസം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോഴും അതിനനുബന്ധമായിട്ടുള്ള ആൻസിലറി സർവീസസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഈ പോലീസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെ രാത്രി കച്ചവടക്കാരെ ഓടിച്ചു വിടുക എന്നുള്ളതല്ല, അതിന് ലോ ആൻഡ് ഓർഡർ പാലിക്കണം. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആവശ്യമാണ്. ഇതിൽ ഒന്ന് ഇപ്പോൾ പറഞ്ഞ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് അങ്ങവിടെ സൂചിപ്പിച്ച കേന്ദ്രങ്ങൾ ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്. അപ്പോൾ അതൊരു ചേഞ്ച് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മാനവീയം വീതിയായാലും നിങ്ങളിപ്പോൾ ലിസ്റ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഈ സമീപകാലത്ത് ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അതൊരു ചേഞ്ചാണ്. ഇനി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ തടസ്സം നിൽക്കുന്നത് നാട്ടുകാർ തന്നെയാണ്. പല നിലയിലുള്ള തടസ്സങ്ങളുണ്ട്. അത് നമുക്ക് പരിഹരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലം, അവിടെ ഒരുപാട് പെട്ടിക്കടകളുണ്ട്. അപ്പോൾ പെട്ടിക്കടകൾക്കൊക്കെ കോമൺ കളറ് കൊടുത്ത് അതിലെ ജീവനക്കാർക്കൊക്കെ ഒരു കോമൺ യൂണിഫോം കൊടുത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റുന്ന നിലയിലേക്കുള്ളൊരു സംവിധാനം ഒരുക്കാനുള്ള ഡിസ്കഷൻ ഇപ്പോൾ അവിടെ കോർപ്പറേഷൻ തന്നെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടൂറിസം വകുപ്പ് അതിൻ്റെ കൂടെ ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യാം. ഇത് അവിടെ മാത്രമല്ല, നമുക്ക് എല്ലായിടത്തും പറ്റും. എല്ലായിടത്തും അത് പറ്റുന്നതാണ്. അപ്പോൾ ആ നിലയിലേക്ക് നമുക്കൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിന് എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അതൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ റാവിസ് കടവിലായിരുന്നു ഇപ്പോൾ മലബാർ B2B മീറ്റ് നടത്തിയത്. അപ്പോൾ ഒരു താങ്ക്സ് പറയാനും കൂടെയായിരുന്നു. കാരണം ആ ഒരു B2B മീറ്റിന് നമുക്ക് ഡൽഹിയിൽ നിന്ന് വന്ന 2-3 ഇൻബൗണ്ട് ഏജൻസ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മൾ പിറ്റേ ദിവസം കാലിക്കറ്റും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെ വാക്ക് നമ്മുടെ SM സ്ട്രീറ്റിലൂടെയും ഈവൻ നമ്മുടെ അവിടുത്തെ പഴംപൊരിയും ബീഫും കിട്ടുന്നൊരു കടയടക്കം പോയി ഇതെല്ലാം വന്നപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നല്ലൊരു സ്ഥലം, ഇത്രയും വെറൈറ്റി ഉള്ള സ്ഥലം നമുക്ക് ഒരുപാട് നമ്മുടെ അടുത്ത് തന്നെ കോവളം മൂന്നാറും ഒക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങളിത് കണ്ടിട്ടില്ല. അപ്പോൾ കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് എന്താണെന്ന് അറിയുക പോലും ഇല്ലായിരുന്നു. വി വുഡ് ലൈക്ക് ടു ഇൻഫോം 3 ഇൻബൗണ്ട് ഗ്രൂപ്പ്സ് നോർത്ത് മലബാറിലേക്ക് ഈ വർഷം തന്നെ ഈ ഒരു ഒറ്റ മീറ്റ് കൊണ്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ സാറിനോടൊരു വലിയ ക്ലാപ്സും കൂടെ നമ്മൾ എല്ലാവരും കൊടുക്കണം ഫ്രം ദ റാവിസ് ഫാമിലി എന്ന് പറയാൻ വേണ്ടി സാർ. Good evening, sir. I am also from the Ravi's Hotels and Resorts. I have one question which is always asked by my colleagues and co-workers who live in another states. Why is the first of every month a dry day in your state? Is there any way that you and the Honorable Chief Minister can reconsider this, because it leads to tremendous loss of business? Is there any way, and I would urge you to please reconsider this as a hotelier and as someone who's so dynamic and is so interested in propagating tourism in the state? അതിലിപ്പോൾ ചിലർ കൈയടിക്കുന്നുണ്ട്, ചിലർക്ക് കൈയടിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കി ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് കൈയടിക്കാത്തവരുണ്ട്. അത് നമ്മൾ മൊത്തം ചർച്ച ചെയ്ത് പരിശോധിക്കേണ്ട. വി മസ്റ്റ് ഹാവ് എ ഡിസ്കഷൻ വിത്ത് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, എസ്പെഷ്യലി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ലീഡിങ് ദിസ്. വി ക്യാൻ ഹാവ് എ ഡിസ്കഷൻ.